അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ രക്ഷക, എന്റെ മുഖംമൂടികൾ അഴിച്ചു മാറ്റണേ. നിന്റെ വ്യാജമായ സത്വം നിന്റെ പ്രകാശത്തിൽ, നിന്റെ തീയിൽ എരിയിച്ചു കളയണേ. കാരണം നിന്റെ സ്നേഹം മാത്രമാണ് യഥാർത്ഥ വിവേകം. നിങ്ങൾ യഥാർത്ഥത്തിൽ കീഴടങ്ങുമ്പോൾ നിങ്ങളുടെ വ്യാജ സത്വം മരിച്ചു പോകും. അവിടെയാണ് മരിക്കുന്നതിന് മുമ്പ് മരിക്കുക എന്ന് പറയാറില്ല. നിങ്ങളുടെ വ്യാജമായ സത്വം മരിക്കുമ്പോൾ നിങ്ങളെ എല്ലാ സത്വവും മരിച്ചു പോകും അല്ലെ? അന്നേരം പിന്നെ നിങ്ങൾക്ക് നാട്ടുകാരും പ്രശ്നമല്ല, ആരും പ്രശ്നമല്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള പ്രശ്നമാണോ? മരിക്കുന്നത് വരെയുള്ളൂ നിങ്ങളുടെ ലോജിക്കും മിടുക്കും ബുദ്ധിയും ഒക്കെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോജിക്കില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. ഓക്കെ, പിന്നെ ആരെന്ത് വിചാരിച്ചാൽ കുഴപ്പം? ആൾക്കാർ കാണുമോ അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള സംശയം മാത്രമാണ്. അപ്പൊ വ്യാജ സത്വം നമ്മൾ തന്നെ എന്ത് വിചാരിക്കുമെന്ന സംശയം. ആ വ്യാജ സത്വം നിങ്ങൾ അത് മരിക്കണം. അതിനാണ് ട്രെയിനിങ്. ആ വ്യാജ സത്വത്തെ പൂർണ്ണമായിട്ടും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അവിടെ നിങ്ങളുടെ ഭയത്തിന്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു വീഴും. എപ്പോഴും മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഡിവൈനിറ്റി, ഒരു ദിവ്യൻ, ഒരു സിദ്ധൻ, പ്രഭാത സൂര്യനെ പോലെ പ്രകാശിക്കുന്ന സൂര്യൻ നിങ്ങളിൽ നിന്ന് ഉണർന്നു വരും.